ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന്, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളിൽ നിന്ന് നാം സ്വീകരിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. നമ്മൾ ചിന്തിക്കും, എന്തിനു വേണ്ടിയാണ് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു തീം ഡിക്ലയർ ചെയ്യുന്നത്? കാരണം വേദപുസ്തകം പറയുന്നു, നിങ്ങൾ വിശ്വാസത്തോടെ ഈ മലയോട് ചാടി കടലിലേക്ക് പോക എന്ന് പറയുക. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിക്കും. നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കും എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അധരം വിശ്വാസം പ്രഖ്യാപിക്കുവാനുള്ള അധരങ്ങളാണ്. നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ അധരമായി തീരുമെന്ന് യിരെമ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, യെശയ്യാ 55:11 എഴുതിയിരിക്കുന്നു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം എനിക്കിഷ്ടമുള്ളത് ചെയ്യുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ല. ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം, വാഗ്ദത്ത വചനം, ദൈവത്തിന്റെ ആലോചനകൾ നിങ്ങളിൽ ഈ ഒരു പുതിയ വർഷത്തിൽ ക്രിയ ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ എൻറ്റയർ ദ ഇയർ, ഈ വരാൻ പോകുന്ന വർഷക്കാലം, കർത്താവിന്റെ വരവ് വൈകുന്നെങ്കിൽ എത്ര നാൾ ഈ ഭൂമിയിൽ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നു, ആ സമയം വരെയും ആ നിമിഷം വരെയും ഈ പ്രസംഗിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്ന വ്യക്തികളിൽ വ്യാപരിക്കുവാൻ, പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. Dear children of God, at the beginning of every year we release God's word from this pulpit, and you may think that why every year we have a theme. The word of God says, if you say to this mountain, go and uprooted and fall into the seas, that will happen. Whatever is said in faith, whatever is released through the mouth in faith, that will happen. And tonight, if you sit in the presence of the Lord with full faith to receive the word in faith, whatever is released is going to happen in your life. നിങ്ങൾ വിശ്വസിക്കുവാനും സ്വീകരിക്കുവാനും ഇന്ന് രാത്രിയിൽ തയ്യാറായിരിക്കുന്നുവെങ്കിൽ പുതിയ വർഷത്തേക്കുള്ള വാഗ്ദത്ത വചനം എൽ ഷദായി മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ, ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്ററുകളോടുള്ള ബന്ധത്തിൽ വിശ്വസിക്കുന്ന ഈ ശുശ്രൂഷകളുടെ ഭാഗമായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് നൽകുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 33-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 33-ാം വാക്യം. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. And with great power gave the apostles witness of the resurrection of the Lord Jesus, and great grace was upon them all. And great grace was upon them all. Once again, and great grace was upon them all. എല്ലാവർക്കും ധാരാളം കൃപ ആ ഒരു ടൈമിൽ, ആ ഒരു സീസണിൽ ലഭിച്ചിരുന്നു. 2025 is the year of great grace. Is the year of great grace. Great grace.
എൽഷദായ് സഭയോടും ജീസസ് ഈസ് അലൈവ് മിനിസ്ട്രിയോടും അതിന്റെ പ്രാദേശിക സഭകളോടും ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ട് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന വ്യക്തിത്വങ്ങളോടുള്ള ബന്ധത്തിൽ അങ്ങനൊരു സീസൺ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കുകയാണ്. ഗ്രേറ്റ് ഗ്രേസ്. എല്ലാവർക്കും ധാരാളമായി ആ കൃപ ലഭിച്ചിരുന്നു. Dear children of God, Pastor Tinu George would like to release the theme of this year, and for that purpose we have Acts chapter 4 verse 33 as the key verse. Acts chapter 4 verse 33. And with great power the apostles gave witness to the resurrection of the Lord Jesus, and great grace was upon them all. Great grace was upon them all. ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഈ ദൈവത്തിന്റെ കൃപ ധാരാളമായി അവർക്ക് ലഭിച്ചപ്പോൾ ആ ദൈവത്തിന്റെ കൃപ അവരിൽ ധാരാളമായി വെളിപ്പെട്ടപ്പോൾ ആ ദൈവകൃപ അത്ഭുതങ്ങളെ കൊണ്ടുവന്നു. ആ ദൈവത്തിന്റെ കൃപ അഭിവൃദ്ധിയെ കൊണ്ടുവന്നു. ആ ദൈവത്തിന്റെ കൃപ ഐക്യതയെ കൊണ്ടുവന്നു. ആ ദൈവത്തിന്റെ കൃപ അവരിൽ ധൈര്യത്തെ കൊണ്ടുവന്നു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 33-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ വാക്യം 32-ഉം വാക്യം 34-ഉം 33-ാം വാക്യത്തിന്റെ പരിണിത ഫലമാണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ബൈബിൾ ഇന്ന് രാത്രിയിൽ തുറന്നു വെച്ച് ഈ ഭാഗം ശ്രദ്ധിക്കുന്ന ദൈവമക്കൾക്ക് മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തി വാക്യം 33 എന്ന് പറയുന്നത് 32-ഉം 34-ഉം വാക്യം, അതിന്റെ 32-ഉം 34-ഉം വാക്യം ഈ 33-ാം വാക്യത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. മനസ്സിലാകണമെങ്കിൽ ഈ ഗ്രേറ്റ് ഗ്രേസ് എല്ലാവർക്കും ഈ ധാരാളമായ കൃപ വെളിപ്പെട്ടതിനാൽ 32-ാമത്തെ വാക്യം നോക്കിയേ, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു, തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. അപ്പോൾ ആ ഗ്രേറ്റ് ഗ്രേസ് അവിടെ റിവീൽഡ് ആയപ്പോൾ ആ ഗ്രേറ്റ് ഗ്രേസിന്റെ സീസൺ അവരുടെ മുമ്പിൽ പരിശുദ്ധാത്മാവിനാൽ തുറക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവിടെ പ്രാരംഭമായി കാണുന്നത് ദൈവസഭകൾക്കകത്ത് ഭയങ്കരമായൊരു യൂണിറ്റി, ഒരു ഐക്യത അവിടെ വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി അതിന്റെ 34-ാമത്തെ വാക്യവും അതിന്റെ റിസൾട്ട് ആണ്, മുട്ടുള്ളവരിൽ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. ആ ഗ്രേറ്റ് ഗ്രേസ് വെളിപ്പെട്ടപ്പോൾ അവരുടെ മുമ്പിൽ മറ്റൊരു സീസൺ തുറന്നു. ആ സീസൺ ഒരു പ്രോസ്പെരിറ്റിയുടെ, ഒരു സമൃദ്ധിയുടെ, ഒരു അഭിവൃദ്ധിയുടെ, ഒരു അനുഗ്രഹത്തിന്റെ സീസൺ ആയിരുന്നു. മുട്ടുള്ളവരിൽ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. The year of great grace. Listen, this is very important. ആ ദൈവത്തിന്റെ വലിയ കൃപ ധാരാളമായി വെളിപ്പെട്ട ദൈവസഭയിൽ ആ വിശ്വസിച്ച കൂട്ടത്തിന്റെ ഇടയിൽ the spirit of unity, ഐക്യത ഉണ്ടായി. ആ വലിയ ഐക്യതയുടെ ആത്മാവ് സഭയിൽ ചലിക്കുവാനിടയായി. രണ്ടാമതായി വലിയൊരു അഭിവൃദ്ധിയും സബ്മിഷനും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി. അവർക്ക് ആർക്കും ഒരു മുട്ടുമുണ്ടാകാതെ, ഒന്നിനും ഒരു കുറവില്ലാതെ ദൈവം അത്ഭുതകരമായി അവരെ പരിപാലിച്ചു. ഈ വർഷത്തിൽ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഞാൻ ഇങ്ങനെ ആശംസിക്കുന്നു, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ ഈ യൂണിറ്റി വെളിപ്പെടട്ടെ. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഈ ആത്മാവിന്റെ ഐക്യത, ഈ ഗ്രേറ്റ് ഗ്രേസ് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, ആ ഗ്രേറ്റ് ഗ്രേസ് നിങ്ങളിൽ റിവീൽഡ് ആകുമ്പോൾ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വെളിപ്പെടുത്തുമ്പോൾ, ഈ വർഷത്തിൽ നിങ്ങൾ അത് വിശ്വസിക്കുകയാണെങ്കിൽ the spirit of unity, വിശ്വസിക്കുക, the spirit of unity നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, ആത്മീക ശുശ്രൂഷയിൽ, സഭയിൽ, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെയെല്ലാം ആ സമാധാനമുള്ള, ഐക്യതയുള്ള ഒരു അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ, വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുവാനിടയായി തീരട്ടെ. രണ്ടാമതായി, അവർക്ക് ഒന്നിനും മുട്ടുണ്ടായില്ല, അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി, അവർക്ക് കൂടുതലായി വന്നു. അത് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ച് അവർ സഭയ്ക്ക് കൈമാറ്റം ചെയ്തു എന്ന് അവിടെ എഴുതിയിരിക്കുമ്പോൾ, വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, അത് അവിടെ ഞാൻ കാണുന്നത് അവരുടെ ജീവിതമെല്ലാം പ്രോസ്പർ ആയതാണ്. അവരുടെ ജീവിതമെല്ലാം ബ്ലെസ്ഡ് ആയതാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്.
ഇന്ന് രാത്രിയിൽ ആരൊക്കെ എന്നെ കാണുന്നുവോ, ആരൊക്കെ എന്നെ കേൾക്കുന്നുവോ, നിങ്ങൾ വാ തുറന്ന് പറയാമോ, 2025 is the year of great grace. Is the year of great grace. ഈ കൃപ ധാരാളമായി എന്നിലും എന്റെ കുഞ്ഞുങ്ങളിലും എന്റെ കുടുംബത്തിലും ഞാനായിരിക്കുന്ന സഭയിലും എന്റെ ശുശ്രൂഷയിലും വെളിപ്പെടുമ്പോൾ ഈ 32-ാം വാക്യവും 34-ാം വാക്യവും എന്റെ അവകാശമാണ്. അതെന്നിൽ സംഭവിക്കുവാനിടയായി തീരും. 2025 is the year of great grace. As we read Acts chapter 4 verse 32, we find the result of the great grace that happened in the first century church. What happened was in 432 we read that there was a great unity in the church. In 434 we find none lacked anything. These two important things happened in the life of the people, in the life of the church. As we hear this message today, 2025, in your family, in your ministry, in your business, whatever field you are in, the Lord is going to bring an astounding unity. The spirit of unity is going to pervade and permeate in all the arenas of your life, so that you will enjoy the abundance of peace. And the second important thing that happened, the second important aspect is there was a great prosperity and abundance in their life. It is said that it is written that none lacked anything. Open your mouth and say tonight, proclaim tonight, 2025, the year of great grace and abundance in your life. Whatever area you are lacking, the Lord is going to bring an overflow and abundance and prosperity in your life. Believe and proclaim in the name of Jesus. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ ഒരു ഗ്രേറ്റ് ഗ്രേസിന്റെ, വലിയ കൃപയുടെ ഒരു സീസൺ അവരുടെ മുമ്പിൽ തുറക്കുവാൻ ഒരു കാരണമുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ആ കാരണം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്തുകൊണ്ടാണ് ഒരു ഗ്രേറ്റ് ഗ്രേസിന്റെ, അവർക്കെല്ലാവർക്കും, ഒരു വ്യക്തിക്ക് പോലും അതിൽ ഒഴിവില്ലായിരുന്നു, അവർക്കെല്ലാവർക്കും ധാരാളമായി കൃപ ലഭിച്ചു. എന്താണ് അതിന്റെ റീസൺ? അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം നമ്മൾ എടുത്ത ആ അധ്യായം തന്നെ അതിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കേട്ടിട്ട് ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞു, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനേ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത്? കാരണം ആ 4-ാം അധ്യായം നോക്കുമ്പോൾ ഈ ഗ്രേറ്റ് ഗ്രേസ് വെളിപ്പെടാനുള്ളതിന്റെ കാരണം, ആ ഗ്രേറ്റ് ഗ്രേസ്, ആ സീസൺ അവരുടെ മുമ്പിൽ ഓപ്പൺ ആകുന്നതിന് മുൻപ് ഭൂമിയിലെ രാജാക്കന്മാർ അവർക്കെതിരെ അണിനിരന്നു. അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തന്മാർക്ക് വിരോധമായി ഒന്നിച്ചു കൂടി. അങ്ങനെ ഒരു കാലഘട്ടം അവർക്കുണ്ടായി. 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹേരോദാവും പെന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവും ഈ നഗരത്തിൽ ഇവരെല്ലാം ഒന്നിച്ചുകൂടി. 28-ാം വാക്യത്തിൽ പറയുന്നു, സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുന്നീപിച്ചതൊക്കെയും അവർ ചെയ്തിരിക്കുന്നു സത്യം. 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ, ഒത്തിരി ഭീഷണികൾ അവർ കേട്ടു, ഒത്തിരി പ്രതികൂലങ്ങൾ അവർക്കുണ്ടായി. കർത്താവിന്റെ അഭിഷിക്തന്മാർക്കെതിരെ രാജാക്കന്മാർ അണിനിരന്നു, ഭരണകൂടങ്ങൾ അണിനിരന്നു, പെന്തിയോസും പീലാത്തോസും ഒക്കെ എഴുന്നേറ്റു. എന്നാൽ 30-ാമത്തെ വാക്യത്തിനകത്ത് അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുന്നു, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം ധൈര്യത്തോടെ, പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കുവാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. 31-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രതികൂലത്തിന്റെ നടുവിൽ, ആ പ്രതിസന്ധിയുടെ നടുവിൽ, ആ വെല്ലുവിളിയുടെ നടുവിൽ, ആ വേദനയുടെ നടുവിൽ ആദ്യ നൂറ്റാണ്ടിലെ സഭ, അപ്പോസ്തലന്മാർ, വിശുദ്ധന്മാർ, ദൈവമക്കൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ അവർ പ്രസ്താവിക്കുവാനായി തുടങ്ങി. 32-ാം വാക്യം പറയുന്നു, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായി. 33-ാം
വാക്യത്തിൽ വ്യക്തമാക്കുകയാണ്, സകലതും അവർക്ക് പൊതുവായി. അപ്പോസ്തലന്മാർ ശക്തിയോടെ ഒരു വലിയ പ്രതികൂലം അവരുടെ മുമ്പിൽ വന്നപ്പോൾ, ഒരു വലിയ വെല്ലുവിളി അവരുടെ മുമ്പിൽ വന്നപ്പോൾ, ഒരു വലിയ പ്രതിസന്ധി ആദിമ സഭയ്ക്കുണ്ടായപ്പോൾ, ആ പ്രതിസന്ധികൾക്ക് ശേഷം അവർ അശക്തരാകുകയല്ലായിരുന്നു, അവർ തളർന്നു പോകുകയല്ലായിരുന്നു, അവർ താഴോട്ട് പോകുകയല്ലായിരുന്നു. അപ്പോസ്തലന്മാർ ആദിമ സഭ മഹാശക്തിയോടെ and with great power, and with great power, മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു. ഒരു സീസൺ അവരുടെ മുമ്പിൽ ദൈവം തുറന്നു കൊടുത്തു. ആ സീസണാണ് എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. And great grace was upon them. And the great grace was upon them. എന്താണ് ഈ ഗ്രേറ്റ് ഗ്രേസ്? ഈ ധാരാളമായ ദൈവകൃപ ആ ഒരു കൂട്ടം, അപ്പോസ്തോലിക കൂട്ടം, ആദിമ സഭ അനുഭവിക്കുവാനിടയായത്. എന്ത് കാരണം കൊണ്ടാണ് മഹാശക്തിയോടെ പരിശുദ്ധാത്മാവരെ ഉപയോഗിച്ചത്? അതേ നിലകളിലുള്ള പൈശാചിക മേഖലകൾ, വെല്ലുവിളികൾ, പ്രതികൂലങ്ങൾ അവരുടെ മുമ്പിലൂടെ കടന്നുപോയി. ആ കൂട്ടം അടുത്തത് സ്റ്റെപ്പിൻ ചെയ്യുന്നത് വലിയ കൃപയിലേക്കാണ്. എൽ ഷദായ് മിനിസ്ട്രിയോട് ഇന്ന് രാത്രിയിൽ അതിന്റെ പ്രാദേശിക സഭകളോട്, എന്നെ കാണുന്ന വിശ്വാസ സമൂഹത്തോട്, ഈ കൂട്ടായ്മയിലുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ ലോകത്തിലുള്ള മുഴുവൻ ആളുകളോടും അല്ല, ഈ കൂട്ടായ്മയിലുള്ള പ്രിയപ്പെട്ടവരോട്, വിശ്വസിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, ഈ വർഷത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി ദൈവത്തിന്റെ കൃപ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ്. അത് ഐക്യതയിൽ, സമാധാനത്തിലും ആമേൻ സൗഖ്യത്തിലും ഒക്കെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനിടയാകട്ടെ. When we look into this passage, there can be a question why great grace was given to all people, none exempted. Everyone received great grace from the Lord. What was the reason? When you look into the context of this passage, when we read from verse 24 onward, you will understand that a great amount of people, when they heard that, they raised their voice to God in one accord and said, Lord, you are God who made the heavens and the earth. When there was a tremendous persecution, they prayed to the Lord in the same place where Jesus Christ was persecuted by Herod, by Pontius Pilate, and all the other Jews who conspired and persecuted Jesus Christ. In the same place, the apostles and all the church was persecuted. Now what they did, they gathered together and prayed to the Lord. And what happened was, verse 31 says like this, and when they had prayed, the place where they were assembled together was shaken, and they were all filled with the Holy Spirit, and they spoke the word of God with boldness and power. Amidst all these things, when they prayed, what happened was, after the persecution, the Lord heard their prayer, and the Lord gave them tremendous amount of grace, and they began to preach. Apostles began to preach the word of God with full power, confidence, and boldness. The Lord opened a season of grace upon them, as Pastor Tinu George just now declared. He has declared the grace of God upon all the El Shaddai churches and all those who partner with us and all those people who believe this word. It has been declared the Lord is going to give an abundance and overflowing of great grace, so that peace, unity, prosperity, and abundance is going to happen in your life. വാസ്തവത്തിൽ ആ കാലഘട്ടത്തിൽ, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ, ആദ്യ നൂറ്റാണ്ടിൽ, ഒന്നാം നൂറ്റാണ്ടിൽ അങ്ങനൊരു സീസൺ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിനകത്ത് ഒരു വലിയ പ്രതികൂലത്തിന് ശേഷം സഭയ്ക്കു വേണ്ടി ദൈവം അങ്ങ് തുറക്കുകയായിരുന്നു. നമുക്കതവിടെ വ്യക്തമായി കാണാനായി കഴിയുന്നു. എന്നാൽ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ സഹോദരി സഹോദരന്മാരോട്, ദൈവമക്കളോട് സ്നേഹത്തോടെ പറയട്ടെ, 2025 എന്ന ഈ വർഷത്തിൽ കർത്താവിൻ്റെ ആ വലിയ കൃപയില്ലാതെ
ആ ഗ്രേറ്റ് ഗ്രേസ് ഇല്ലാതെ Amen. നമുക്ക് നിൽക്കാൻ പറ്റുകയില്ല. അതിനൊത്തിരി കാരണങ്ങളുണ്ട്. ഈ വർഷത്തിനകത്ത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്തതായ വെല്ലുവിളികൾ സ്തോത്രം പല നിലകളിൽ കടന്നു വരുന്നുണ്ട്. ആമേൻ. ആ വെല്ലുവിളികളുടെ എല്ലാം നടുവിൽ ഞാനിത് പറയുന്നത് ഒരു മാനുഷിക വെല്ലുവിളിയല്ല, മനുഷ്യൻ വെല്ലുവിളിക്കുന്ന വെല്ലുവിളിയല്ല. എന്നാൽ സ്തോത്രം പ്രകൃതി ദുരന്തങ്ങളും അങ്ങനെ വ്യത്യസ്തമായ യുദ്ധങ്ങളും പ്രതികൂലങ്ങളും വൈറസുകളുടെ അറ്റാക്കുകളും അങ്ങനെ വളരെ ഡിഫറൻ്റ് ആയ ഒത്തിരി ഇഷ്യൂസ് ഈ വർഷത്തിനകത്ത് ഉണ്ടാകുന്നുണ്ട് എന്ന ഒരു ആലോചന ദൈവത്തിന്റെ ആത്മാവ് ഹൃദയത്തിൽ നൽകിയിട്ടുണ്ട്. ഞാനത് അവസാന ഭാഗങ്ങളിൽ നിങ്ങളോട് പങ്കുവയ്ക്കും. ഇവിടെയെല്ലാം ഈ സാഹചര്യങ്ങളിലെല്ലാം ഈ തിരമാലകളുടെ മുകളിലൂടെ നടക്കാൻ പറ്റണമെങ്കിൽ 2025 നിങ്ങൾക്കെതിരെ അടിക്കുന്ന സുനാമികളുടെ കൊടുങ്കാറ്റുകളുടെ മുൻപിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ, പ്രളയങ്ങളുടെ പ്രകൃതി ദുരന്തങ്ങളുടെ അല്ലെങ്കിൽ വെളിപ്പെടുവാൻ പോകുന്ന എന്തുമാകട്ടെ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് കമ്മിങ് വെരി സൂൺ. നമ്മുടെ യേശു കർത്താവ് വേഗത്തിൽ മടങ്ങി വരാൻ പോകുകയാണ്. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർ 6 പറഞ്ഞിരിക്കുന്നത് പോലെ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടുവിൻ. ഒടുവിൽ ഫൈനലി നമ്മളൊരു ഫൈനൽ റൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. യേശുവിന്റെ പ്രത്യക്ഷത, യേശു കർത്താവിന്റെ മടങ്ങി വരവ് വേഗത്തിൽ സംഭവിക്കുവാൻ പോകുന്നതിനാൽ, ഈറ്റുനോവിന്റെ ആരംഭങ്ങൾ ആയിക്കഴിഞ്ഞിരിക്കുന്നതിനാൽ ഒത്തിരി കാര്യങ്ങൾ യേശുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഈ ലോകത്തിൽ നമ്മൾക്ക് കാണേണ്ടതായി വരും. അത് 2025 നമുക്ക് കാണേണ്ടതായി വരും. അവിടെ നമുക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ, അവിടെ നമുക്ക് മുന്നേറാൻ കഴിയണമെങ്കിൽ, അവിടെ നമുക്ക് ജയകരമായ ജീവിതം നയിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ആ ഗ്രേറ്റ് ഗ്രേസ്, ആ ധാരാളമായ കൃപ ദൈവത്തിൽ നിന്നും ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, എങ്ങനെ, ഹൗ ടു എൻറ്റർ, ഹൗ ടു റിസീവ് ദാറ്റ് ഗ്രേറ്റ് ഗ്രേസ് ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ ആ ദൈവകൃപ, ആ ധാരാളമായി വെളിപ്പെടുന്ന ദൈവകൃപ എങ്ങനെ എനിക്ക് സ്വായത്തമാക്കാൻ കഴിയും, എങ്ങനെ എനിക്ക് സ്വീകരിക്കുവാൻ കഴിയും? In 2025, we cannot survive without the grace of God, because unthinkable challenges are going to come as we step into the new year. And the challenges may not be from the human beings, but challenges in the form of natural calamities and disasters which is going to strike the earth as the signs of the end times. As Apostle Paul says to the church, to the Ephesian church, finally be strong in the Lord and in the mighty power of the Lord. As we are in the end times, in the final times, we cannot survive without the tremendous power of God's grace. And as we sit in the presence of the Lord and meditate, we need to understand how will we receive this abundant grace. ഈ വലിയ ദൈവകൃപയിൽ നമുക്ക് ജീവിക്കുവാനും അത് റിസീവ് ചെയ്യുവാനും അത് സ്വായത്തമാക്കാനും ഒന്നാമതായി, നമ്പർ 1, ദൈവത്തിന്റെ സന്നിധിയിൽ ഈ പുതിയ വർഷത്തിൽ താഴ്മയുള്ളവരായി ജീവിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കുക. ഒരു അഭിനയ താഴ്മയല്ല, ഹൃദയം ഉടഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഹംബിളാകുവാൻ, നമ്മെ തന്നെ താഴ്ത്തുവാൻ, നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, താഴ്മ ഉള്ളവർക്ക് ഈ കൃപ നിശ്ചയമായി വെളിപ്പെടും. കാരണം യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ഹൗ ടു റിസീവ് ദ ഗ്രേറ്റ് ഗ്രേസ്? എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു എന്ന് പറഞ്ഞാണ് യാക്കോബ് 4:6 തുടങ്ങുന്നത്. ഈ അധികമായ കൃപ, ഈ ധാരാളമായ കൃപ, ഈ ഗ്രേറ്റ് ഗ്രേസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാൻ, നമ്മിൽ വെളിപ്പെടുവാൻ, ഒന്നാമതായി പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് താഴ്മയുള്ളവരായി ദൈവം മുൻപാകെ, മനുഷ്യനെ കാണിക്കുന്ന നിലകളിലല്ല, അഭിനയിക്കുന്ന നിലകളിലല്ല, ഹൃദയത്തിനകത്ത് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന, ഉൾപ്പൂവുകളെ അറിയുന്ന, അന്തരിന്ദ്രിയങ്ങളെ അറിയുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ മുൻപാകെ താഴ്മയുള്ളവരായിരിക്കാം. കാരണം വിശുദ്ധ തിരുവെഴുത്തുകൾക്കകത്ത്
വിശുദ്ധ വചനത്തിനകത്ത് ഈ ദൈവത്തിന്റെ കൃപ ആരൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം ജീവിതം ഭയങ്കര ഒരു ഹംബിൾനെസ്സിൽ, സമർപ്പണത്തിൽ, താഴ്മയിൽ പോകുന്നത് എനിക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസിനോട് യേശു കർത്താവ് പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശു കർത്താവ് തന്നോട് സംസാരിക്കുന്നു. യേശു പൗലോസിനോട് പറയുന്നു, മോനെ എന്റെ കൃപ നിനക്ക് മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. ഈ 2025-ൽ നിങ്ങൾ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് വാ തുറന്ന് പറയണം, അപ്പാ ഞാൻ വേറെ ഒന്നും ഈ വർഷം ചോദിക്കുന്നില്ല. അപ്പാ എനിക്ക് അങ്ങയുടെ കൃപ വേണം കർത്താവേ. നിന്റെ ആ ഗ്രേറ്റ് ഗ്രേസ്, ആ ഗ്രേറ്റ് ഫേവർ എന്നെ സറൗണ്ട് ചെയ്യണം കർത്താവേ. ആ കൃപ എനിക്ക് ആവശ്യമായിരിക്കുന്നു. എവിടെയാണ് പൗലോസിനോടുള്ള ബന്ധത്തിൽ ഈ കൃപ വെളിപ്പെട്ടത്? പൗലോസിന്റെ ബലഹീനതയിൽ, പൗലോസിന്റെ ആ ഒരു വീക്ക്നെസ്സിൽ, താൻ ബലഹീനനായിരിക്കുമ്പോൾ, താൻ അശക്തനായിരിക്കുമ്പോൾ പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. നോക്കിയേ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ എന്തോ ആണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നവരാണെങ്കിൽ 2 നിലകളിലുള്ള ആളുകളുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ആത്മീക അധികാരത്തെ കുറിച്ചല്ല. ഐ ആം ടോക്കിംഗ് യുവർ ഹാർട്ട്, യുവർ ക്യാരക്ടർ, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ സ്വഭാവം. ഈ ലോകപരമായി മനുഷ്യന്റെ മുൻപാകെ ഭയങ്കരമായി ഹംബിൾനെസ്സിൽ, ഭയങ്കര താഴാഴ്മ അഭിനയിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അതൊക്കെ കർത്താവ് അറിയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഹംബിളാകേണ്ടത്, നമ്മൾ ഒന്നാമതായി താഴ്മ ധരിക്കേണ്ടത് ദൈവത്തിന്റെ മുൻപാകെയാണ്. ഹല്ലേലൂയ. പ്രവാചകനായ സാമുവേൽ ഇശ്യായുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ദാവീദിന്റെ സഹോദരന്മാർക്കെല്ലാം ഹൈറ്റും വെയിറ്റും ഭയങ്കര നിറവും പൊക്കവും ആരോഗ്യവും കഴിവും ഉണ്ടായിരുന്നു. പക്ഷേ സാമുവേൽ അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, അത് ദൈവ ശബ്ദമാണ്. മനുഷ്യൻ പുറമേ ഉള്ളതിനെ നോക്കുന്നു, യഹോവയോ ഹൃദയങ്ങളെ അറിയുന്നു. ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ മുൻപാകെയുള്ള ആ താഴ്മ. പൗലോസിനെ നോക്കിയാൽ, പൗലോസ് റൂമാൽ വലിച്ചെറിഞ്ഞാൽ രോഗികൾ സൗഖ്യമാകും. പൗലോസ് അപ്പോസ്തലൻ മരിച്ച യൂത്തിക്കോസിനെ തഴുകിയാൽ മരിച്ചവൻ ഉയർക്കും. പൗലോസ് മുടന്തനെ എഴുന്നേൽപ്പിച്ച് നടത്തും. പൗലോസിന്റെ ശുശ്രൂഷയിൽ ധാരാളം മിറക്കിളുകൾ നടക്കും. നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. തന്റെ പ്രസംഗങ്ങളിൽ അനേകർ വിടുവിക്കപ്പെടുന്ന സമയമാണ്. ഒത്തിരി പേർ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറയുന്ന സ്ത്രീയെ തിരിഞ്ഞു നിന്ന് ശാസിച്ചപ്പോൾ അവളുടെ ഭൂതം വിട്ടുപോയി. അങ്ങനെ ദുരാത്മാക്കളെ പുറത്താക്കുന്ന സമയമാണ്. ഇങ്ങനെ വലിയ ശുശ്രൂഷയുടെ ആ അനുഗ്രഹീതമായ നിമിഷത്തിൽ താൻ നിൽക്കുമ്പോൾ തന്നെ പൗലോസ് പറയുന്നു, ഞാൻ പ്രശംസിക്കുന്നത് എൻ്റെ മിനിസ്ട്രിയിലല്ല, ഞാൻ പ്രശംസിക്കുന്നത് ഞാൻ പുറത്താക്കിയ ഡീമൺസിലല്ല, എൻ്റെ ദൈവം എനിക്ക് തന്ന ഗ്രേസിൽ, ഗിഫ്റ്റിലല്ല, എൻ്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കുകയാണ്. ആ ബലഹീനതയാണ് എന്നിൽ ഈ ശക്തിയെ കൊണ്ടുവന്നത്. ആ ബലഹീനതയാണ് എന്നിൽ ഈ കൃപയെ എന്നിലുള്ള മിടുക്കത്തരമല്ല, എന്നിലുള്ള പ്രാഗൽഭ്യങ്ങളല്ല. കർത്താവേ, എനിക്ക് അങ്ങയുടെ കൃപയല്ലാതെ വേറൊന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഈ വർഷം എന്നെ കേൾക്കുന്നുണ്ടോ? അവിടുത്തെ കൃപ എനിക്ക് വേണം കർത്താവേ. എൻ്റെ ബലഹീനതയിൽ, എൻ്റെ കഴിവില്ലായ്മയിൽ, എൻ്റെ അറിവില്ലായ്മയിൽ ഞാൻ പൂർണ്ണനല്ല കർത്താവേ. ഞാൻ എല്ലാം തികഞ്ഞ വ്യക്തിയല്ല കർത്താവേ. എന്നിൽ പല കുറവുകളും കണ്ടേക്കാം. പക്ഷെ അവിടെയെല്ലാം ഐ നീഡ് യുവർ ഗ്രേറ്റ് ഗ്രേസ് ലോർഡ്, ഐ നീഡ് യുവർ ഗ്രേറ്റ് ഗ്രേസ്. ഈ കൃപ വെളിപ്പെട്ടാൽ ആ കൃപയുടെ കൂടെ വരുന്ന മറ്റൊന്നാണ് ശക്തി, പവർ. നമ്മൾ ഇന്ന് ഈ ന്യൂ ഇയർ സർവീസിൽ വായിച്ച കുറിവാക്യത്തിലും നമ്മളത് കണ്ടു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ
അവർ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു. ആ മഹാശക്തിയോടൊപ്പമാണ് അവരുടെ മേളിലെല്ലാം ധാരാളമായ കൃപയും വെളിപ്പെട്ടത്. ഞാൻ എവിടൊക്കെ ആ ഗ്രേസ് കാണുന്നു, അവിടെയെല്ലാം ഞാൻ പവർ ഓഫ് ഗോഡ് കാണുകയാണ്. ഇവിടെ പൗലോസ് പറയുന്നു, എന്റെ ബലഹീനതയിൽ അവന്റെ കൃപ മാത്രമല്ല വെളിപ്പെട്ടത്, അവന്റെ ശക്തിയും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. How shall we receive this great grace from the Lord? The first important aspect is be humble in the presence of the Lord. Be humble in the presence of the Lord so that you may receive the grace. The word of God says like this, James chapter 4 verse 6, God resists the proud but gives grace to the humble. God gives more grace. James says that a person who is humbling before the Lord will give abundance of more grace to that person. As the pastor said, it's not an outward act of humility but an inward disposition of being humble before the Lord. 2 Corinthians 12 verse 9, we find a great truth related to this aspect. The Lord says to Apostle Paul, my grace is sufficient for you and my strength is made perfect in weakness. Therefore, most gladly, I will rather boast in my infirmities, that the power of Christ may rest upon me. We need to clothe the humility before our God. That is the most important thing. As we think about this great man, Apostle Paul, he was a great miracle worker, great preacher of the gospel. But he says here that I am not boasting in any of my gifts. I am not boasting in any of the miracle that happened, but I am boasting in the infirmities, in the weaknesses that I have. The reason is that it's because of the infirmities I was filled with the tremendous amount of grace of God. And tonight Pastor Tinu George says like this, if you need the grace of God, you need to submit yourself humbly before the Lord. And as he said, the package of grace also has the power of God, because power of God is manifested when the grace is given. Because apostles with tremendous power, they began to preach the gospel when the grace was given. And tonight, if you believe and submit humbly before the Lord will give you grace as well as the power will be made manifest. ഈ ഒരു അനുഭവം കൊണ്ടും ഈ ഒരു കാരണം കൊണ്ടുമാണ് 1 കൊരിന്ത്യർ 15:10 അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറഞ്ഞത്, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമാകുന്നതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. വായ്കൾ തുറന്ന് പറഞ്ഞേ, 2025 ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയാലാകുന്നു. ഈ വർഷത്തിൽ അവന്റെ കൃപ എന്നിൽ വ്യർത്ഥമാകുകയില്ല. അത്യന്തമായി അധ്വാനിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, ആത്മാക്കളെ നേടുവാൻ, ദൈവരാജ്യം കെട്ടുപണിയുവാൻ, നന്മകൾ അനുഭവിക്കുവാൻ, ഞാനല്ല കർത്താവേ, എന്നോട് കൂടെയുള്ള നിന്റെ കൃപ, എന്നെ സറൗണ്ട് ചെയ്യുന്ന, നിങ്ങളെ സറൗണ്ട് ചെയ്യുന്ന ഈ ഗ്രേറ്റ് ഗ്രേസ്, ദിസ് ഗ്രേറ്റ് ഗ്രേസ്, കൃപയേ 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 ദൈവകൃപയേ കൃപയേ 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 ദൈവകൃപയേ ആപത്തിൽ താങ്ങിയ കൃപയേ ദൈവകൃപയേ സൗഖ്യമെന്നിൽ നൽകിയ കൃപയേ ദൈവകൃപയേ സാത്താനെ തോൽപ്പിച്ച കൃപയേ ദൈവകൃപയേ ഞാൻ ജീവനോടിരിക്കുന്നതും കൃപയാ ദൈവകൃപയാ
ഞാൻ തകർന്നു പോകാത്തതും കൃപയാ, ദൈവകൃപയാ. ഞാൻ ജീവനോടിരിക്കുന്നതും കൃപയാ, ദൈവകൃപയാ. ഞാൻ തകർന്നു പോകാത്തതും കൃപയാ, ദൈവകൃപയാ. കൃപയേ, ദൈവകൃപയേ, കൃപയേ. ചേർന്ന് പാടിയേ. കൃപയേ, കൃപയേ, ദൈവകൃപയേ. എന്റെ ബലത്താലല്ല, കൃപയാ, ദൈവകൃപയാ. എന്റെ കഴിവിനാലല്ല, കൃപയാ, ദൈവകൃപയാ. വർഷിപ്പ് ടീമിന്റെ കൂടെ ഒന്ന് പാടി. എന്റെ കഴിവിനാലല്ല, കൃപയാ, ദൈവകൃപയാ. എന്റെ ബലത്താലല്ല, കൃപയാ, ദൈവകൃപയാ. കൃപയേ, 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 ദൈവകൃപയേ. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. 2025 ദൈവമേ, നീ എന്നെ എന്തെങ്കിലും ആക്കുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. നിങ്ങളെ ഇരുത്തേണ്ടടുത്ത് അവൻ ഇരുത്തും. നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് അവൻ എത്തിക്കും. നിങ്ങളെ മാനിക്കേണ്ടവരുടെ മുൻപിൽ അവൻ മാനിക്കും. നിങ്ങളെ ഉയർത്തേണ്ടടുത്ത് കർത്താവ് ഉയർത്തും. നിങ്ങളെ തക്ക സമയത്ത് ദൈവം കരുതും. ഒന്നിനും കുറവ് വരാതെ എന്റെ കർത്താവ് തന്നിൽ വിശ്വസിക്കുന്ന തന്റെ മക്കളെ പരിപാലിക്കും. ആ സമയത്ത് പറയാൻ കഴിയണം, യേശുവേ, ഈ 2025 ഞാൻ ആകുന്നത് നിന്റെ കൃപയാലാകുന്നു. നിനക്ക് എന്നോടുള്ള കൃപ വ്യർത്ഥമാകുകയില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോടുള്ള ദൈവത്തിന്റെ കൃപയത്രേ. 1 Corinthians 15:10, Paul says like this: but by the grace of God I am what I am, and his grace toward me was not in vain. But I labored more abundantly than they all. Yet not I, but the grace of God which was with me. The great apostle Paul is talking about his ministry, the great amount of labors he had done for the expansion of the kingdom of God. And he says that though I have labored, though I have done mighty things for the Lord and for the expansion of the kingdom of God, it's not me, it's through the grace of God which sustained and made me to do all these things. In 2025, what the Lord is going to do is, if you submit to the grace of the Lord, in the presence of the Lord is going to uplift you. The Lord is going to fill you. The Lord is going to use you so mightily that you will tell in the end, it's not me, it's purely the grace of God. ഒന്നാമതായി ദൈവത്തിന്റെ കൃപ, ആ ഗ്രേറ്റ് ഗ്രേസ്, ആ വലിയ കൃപ നമ്മിൽ വെളിപ്പെടുവാൻ, നമുക്ക് ധാരാളമായി ലഭിക്കുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുക. നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നൊരു ശക്തിയുണ്ട്. നമുക്ക് ഇനഫായി ലഭിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. നിങ്ങൾ എവിടെയെല്ലാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതെല്ലാം മേഖലകളിൽ കർത്താവേ എൻ്റെ ബലമല്ല എന്ന് പറയുന്നു, അവിടെ ദൈവത്തിന്റെ കൃപ നിങ്ങളിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. രണ്ടാമതായി, ഹൗ ടു റിസീവ് ആൻഡ് ഹൗ ടു എൻറ്റർ ദിസ് ഗ്രേറ്റ് ഗ്രേസ്. അതിൽ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ക്രിസ്തുയേശുവിൽ ആഴത്തിൽ വേരൂന്നുക. ക്രിസ്തുയേശുവിൽ ആഴത്തിൽ വേരൂന്നുക. കാരണം അവനാണ് കൃപയുടെ ഉറവിടം.
യേശുവാണ് കൃപയുടെ സ്രോതസ്. യേശുവാണ് കൃപ, ആ ഗ്രേറ്റ് ഗ്രേസ് നമ്മിൽ വരുന്ന വഴി. ഒരു വൃക്ഷം എവിടെയാണോ വേരിറക്കി നിൽക്കുന്നത് അവിടെ ഉള്ളത് മാത്രമേ ആ വൃക്ഷത്തിന്, ആ ചെടിക്ക് വലിച്ചെടുത്ത് തൻ്റെ നന്മയ്ക്കായി, തൻ്റെ വളർച്ചയ്ക്കായി, തൻ്റെ അനുഗ്രഹത്തിനായി ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. എവിടെയാ നിൽക്കുന്നേ? ആ നിൽക്കുന്ന പ്രതലത്തിൽ റൂട്ട് ചെയ്ത് നിൽക്കുന്നിടത്ത് നിന്നുള്ളതാ വലിച്ചെടുക്കുന്നേ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഫേവർ, ഒരു ഗ്രേറ്റ് ഗ്രേസ് നിങ്ങൾ അനുഭവിക്കുവാൻ ഈ വർഷം ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ആ കൈ ഒന്ന് ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, പണത്തിലല്ല, സംഘടനയിലല്ല, വ്യക്തികളിലല്ല, ഈ ലോകത്തിലെ യാതൊന്നിലുമല്ല, യേശു കർത്താവേ, അങ്ങയിലും അങ്ങയുടെ വചനത്തിനകത്തും ഈ വർഷം വേരിറക്കാൻ, വൻമഴ വന്നാലും കാറ്റടിച്ചാലും ഇളകാത്ത നിലയിൽ, ഒന്നിനും ചലിപ്പിക്കാൻ കഴിയാത്ത നിലയിൽ നിലനിൽക്കുന്ന നിലവാരമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കർത്താവെ, അങ്ങിൽ ഈ വർഷം എനിക്ക് റൂട്ടഡ് ആകണം. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു പ്ലാന്റ്, ഒരു ചെടി നിൽക്കുന്ന സ്ഥലത്ത് മണ്ണ് കുറവാണെങ്കിൽ, അതിന് വേരിറങ്ങാനുള്ള സ്ഥലമില്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ അത് മറിഞ്ഞ് തറയെ പോവും. അത് നിൽക്കുന്ന പ്രതലം വളമില്ലാത്ത ഒരു വളമില്ലാത്ത മണ്ണാണെങ്കിൽ, നല്ല മണ്ണിലല്ല അത് നിൽക്കുന്നെങ്കിൽ, ഫലപുഷ്ടിയില്ലാത്ത മണ്ണിലാണ് നിൽക്കുന്നെങ്കിൽ അത് ശോഷിച്ചിരിക്കും. ആരോഗ്യമുള്ള ഒരു ക്രിസ്തീയ ജീവിതം 2025 നയിക്കുവാൻ, ആരോഗ്യമുള്ള ഹെൽത്തിയായ ഒരു ഹസ്ബൻഡായി, വൈഫായി, മക്കളായി, സ്പിരിച്വൽ സൺസായി, സ്പിരിച്വൽ ഡോട്ടേഴ്സായി, ആത്മീയ ശുശ്രൂഷകരായി ദൈവരാജ്യത്തിൽ നിങ്ങൾ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, കർത്താവെ, ഈ വർഷം ഞാൻ അങ്ങിൽ റൂട്ടഡ് ആകുകയാണ്. ഈ വർഷം മാത്രമെന്നല്ല ഞാൻ ഈ പറയുന്നത്, ക്രിസ്തുവിൽ ഈ വർഷം റൂട്ടഡ് ആകാൻ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങ് കർത്താവിനോട് പറയണം. കാരണം റോമർ 5:2, റോമൻസ് ചാപ്റ്റർ 5:2 പറയുന്നുണ്ട്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് ഈ കൃപയിലേക്ക് പ്രവേശിച്ചത്? അവൻ മൂലം. ആര് മൂലം? യേശു ക്രിസ്തു മൂലം. കൊലോസ്യർ 2:6 വരുമ്പോൾ, ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കുവീൻ. അവനിൽ വേരൂന്നിയും ക്രിസ്തുവിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കുവീൻ. ഈ 2025 യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടവർ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കുന്നവർ, ക്രിസ്തുവിൽ വേരൂന്നുക. അവരോട് പരിശുദ്ധാത്മ പറയുന്നു തിരുവെഴുത്തിലൂടെ, അവർ ആത്മീക വർധനവ് പ്രാപിക്കും. ഈ വർഷം സ്പിരിച്വലി ദൈവം നിങ്ങളെ ഭയങ്കരമായിട്ട് ഉയർത്തും. നിങ്ങളിലൂടെ അനേക ദൈവപ്രവർത്തികൾ നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ ദേശത്തിൽ വെളിപ്പെടുവാനിടയാകും. സ്പിരിച്വൽ മിനിസ്ട്രിയിൽ, ആത്മീക ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ ഒരു സീസൺ ദൈവം തുറക്കുകയാണ്. The year of great grace. ക്രിസ്തുവിൽ വേരൂന്നിയാൽ എന്നെ കാണുന്ന ശുശ്രൂഷകർ, ദൈവദാസന്മാർ, കർത്തൃദാസിമാർ, കർത്താവിനാൽ വിളിക്കപ്പെട്ടവർ, വേർതിരിക്കപ്പെട്ടവർ, അപ്പോസ്തോലിക വിളികളുള്ളവർ, പ്രവാചകനായുള്ള വിളിയുള്ളവർ, സുവിശേഷകനായുള്ള വിളിയുള്ളവർ, പാസ്റ്ററായി വിളിയുള്ളവർ, ഉപദേഷ്ടാക്കന്മാരായി വിളിക്കപ്പെട്ടവർ, നിങ്ങളോട് കർത്താവ് അറിയിക്കുകയാണ്. നിങ്ങളൊരു ബിലീവർ ആണെങ്കിൽ പോലും യു ആർ ദി ഇവാഞ്ചലിസ്റ്റ്. നിങ്ങളൊരു സുവിശേഷകനാണ്, ഒരു സുവിശേഷകയാണ്. സുവിശേഷം അറിയിക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങളുടെ ദൗത്യമാണ്. ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, നിങ്ങളെ നോക്കി പ്രഖ്യാപിക്കുന്നു. ഈ 2025 നിങ്ങൾ ആത്മീകമായി വർദ്ധിച്ചു വരും. ഒരു വലിയ
സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. 2025 അവസാനത്തിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ അനുവദിക്കുന്നെങ്കിൽ, കർത്താവിന്റെ വരവ് വൈകുന്നെങ്കിൽ, ആ 2026 പ്രാരംഭ സമയങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പറയും, ഈ വർഷം എന്നെ ആത്മീകമായി ദൈവം വളരെ ബലപ്പെടുത്തി, ആത്മീകമായി വളരെ ശക്തീകരിച്ചു. അതുകൊണ്ട് ക്രിസ്തുവിൽ വേരൂന്നുക, അവനിൽ വേരൂന്നുക, വിശ്വാസത്തിൽ ഉറയ്ക്കുക. ഒന്ന് വാ തുറന്ന് പറഞ്ഞ യേശുവേ, പരിശുദ്ധാത്മാവേ, ഈ 2025 വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ എനിക്ക് കൃപ തരണമേ. പിറുപിറുക്കുവാനല്ല, കുറ്റം പറയുവാനല്ല, അങ്ങേ സംശയിക്കുവാനല്ല. ഈ 12 മാസങ്ങളും എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടെങ്കിലും സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുവാൻ, സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുവാൻ, എപ്പോഴും സ്തോത്രം പറയുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമേ. ആമേൻ. How to receive this great grace from the Lord, or how to enter into the realm of this great grace. The second important aspect is be deeply rooted in Christ. Be deeply rooted in Christ, because Jesus Christ is the source of the grace. If we want to receive the grace, as a tree is planted in the soil, it gets only the nutrients in the soil from which it is planted. Same way, you receive the grace from Christ, who is the source of God's grace. Tonight, you need to pray to the Lord. Lord, I am not going to root myself in money. I am not going to root myself in people, in organization, in any of the things of this world. But tonight, I pledge that I will root myself in Jesus Christ and the Word of God throughout this year, so that the grace may abound in me. If a plant is not properly rooted, if a plant is not rooted in good soil, the plant will become very lean. It will be so unhealthy. Similarly, if we are not properly rooted in Christ, we will become unhealthy. And tonight we need to become a healthy Christian, a healthy minister, a healthy pastor, a healthy family man. In every area, the Lord wants you to become a healthy person. Romans 5:2 says like this: through whom also we have access by faith into this grace in which we stand and rejoice in the hope of the glory of God. We are standing in this grace. We are rooting in this grace. Colossians 2:6 says like this: as you have received Christ, be in that fellowship, be rooted and built up in him, established in the Spirit, established in the faith. So the Lord is going to do that. Spiritually you are going to be established. Spiritually you are going to grow. In 2025, a great and abundant spiritual growth is waiting to all the ministers, all the evangelists, all the believers of El Shaddai Church, and all those who are hearing this message. The Lord is going to make you spiritually built up. You will become a very strong person, doing a wide and far spiritual ministry which will impact people. Be firm in the faith. Pray tonight. Pray tonight. Lord, give me grace to be firm in the faith, not to doubt, not to murmur, but to become firm in the faith and give thanks and praises to the Lord at all times. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ ആദിമ നൂറ്റാണ്ടിൽ ആദിമസഭയിൽ ഉണ്ടായപ്പോഴും നമുക്കവിടെ എല്ലാം കാണാൻ കഴിയുന്ന ഒരു കാര്യം, അവർ ക്രിസ്തുവിൽ ഉറച്ചു നിന്നു, അവർ ക്രിസ്തുവിൽ വേരിറക്കി നിന്നു. അവരുടെ കാഴ്ചപ്പാടുകൾക്കോ അവരുടെ പ്രാർത്ഥനയ്ക്കോ അവരുടെ വിശ്വാസത്തിനോ അല്പം പോലും കോട്ടം തട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തുകൊണ്ടാണ് ഈ ഗ്രേറ്റ് ഗ്രേസ് നിങ്ങളിൽ വെളിപ്പെടുവാൻ ക്രിസ്തുവിൽ വേരിറങ്ങി നിൽക്കണം എന്ന് പ്രസംഗിച്ചത്, പഠിപ്പിച്ചത്? കാരണം യോഹന്നാൻ 1:16-17 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്, അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും
കൃപയ്ക്കു മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. വായ്കൾ തുറന്ന് എന്റെ കൂടെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? യേശുവിന്റെ നിറവിൽ നിന്ന് കൃപയ്ക്കു മേൽ കൃപ ലഭിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 15:5 അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതിന്റെ 4-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഈ 2025 നിങ്ങൾ ക്രിസ്തുവിൽ വേരിറക്കി നിൽക്കുന്നവരായാൽ, നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുന്നവരായാൽ, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. പറയാമോ യേശുവിനോട്, അപ്പാ ഈ പുതിയ വർഷത്തിൽ അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും എനിക്കൊന്നും ചെയ്യേണ്ട യേശുവേ. അങ്ങയുടെ വചനത്തെ വിട്ടും അങ്ങയുടെ സാന്നിധ്യത്തെ മറന്നും എനിക്കൊന്നും വേണ്ട കർത്താവേ. അങ്ങിൽ വസിക്കുവാൻ, അങ്ങിൽ വസിക്കുവാൻ, അങ്ങിൽ വേരിറങ്ങി നിൽക്കുവാൻ എനിക്ക് കൃപ തരണമേ. മറ്റൊന്നിനുമല്ല, വളരെ ഫലം കായ്ക്കുവാൻ. ഈ 2025 നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ ഫ്രൂട്ട്ഫുൾ ആകുവാൻ, ആ ഗ്രേറ്റ് ഗ്രേസ് എക്സ്പീരിയൻസ് ചെയ്യുവാൻ യേശു ക്രിസ്തുവിൽ വേരിറക്കുക, അവന്റെ വചനത്തിൽ വേരിറക്കുക, അടിയുറച്ച് വിശ്വസിക്കുക, ആത്മീക വർധനവ് പ്രാപിക്കുക, വിശ്വാസത്തിൽ ഉറയ്ക്കുക, സ്തോത്രത്തിൽ കവിയുക. Dear children of God, all the apostles of Jesus Christ, all the apostles, the context in which we read, all these great men of God, how they bore much fruit. One of the reasons is that they were all rooted in Christ. John 1:16 says this beautiful words, from his fullness we have all received grace upon grace, grace upon grace. It is through Jesus Christ a person receives the abundance of grace. In John 15:4-5 says, abide in me and I in you, as the branch cannot bear fruit of itself unless it's abide in the vine, neither can you unless you abide in me. And I am the vine, you are the branches. He who abides in me and I in him bears much fruit. This year, what the Lord is going to do through you is, God is going to bring an abundance of fruit. And how will it happen? You need to be in Christ, in the Word of God, and the result will be so amazing. The Lord will bring forth tremendous fruits in your life and labor. വിശുദ്ധ തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകണമെങ്കിൽ ക്രിസ്തുവിൽ വേരിറക്കണം. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എനിക്കറിയാം നിങ്ങൾ പലതവണ ബൈബിൾ വായിച്ചിട്ടുള്ളവരായിരിക്കാം. എന്നാൽ ഈ 2025 എന്ന ഈ പുതിയ വർഷത്തിൽ ഒരിക്കൽ കൂടെ വേദപുസ്തകം പൂർണ്ണമായും വായിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനും നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇതുവരെ ബൈബിൾ പൂർണ്ണമായും വായിച്ചിട്ടില്ലാത്തവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വർഷം, ഇന്ന് ഈ ന്യൂ ഇയർ സർവീസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കൈ ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് ഈ വർഷം ബൈബിൾ പൂർണ്ണമായിട്ടൊന്ന് വായിക്കാൻ, ഒന്ന് മനസ്സിരുത്തി വായിക്കാൻ, ഒന്ന് ധ്യാനിക്കാൻ, ചിലതൊക്കെ ഒന്ന് എഴുതിയെടുക്കാൻ, ചിലതിനൊന്ന് അടിവരയിടാൻ, ഒന്ന് റിസീവ് ചെയ്യാൻ എനിക്ക് കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവം അതിനുള്ള കൃപ നൽകും. നിങ്ങൾക്കത് സാധ്യമാകും, നിങ്ങൾക്കത് സാധ്യമാകും. കാരണം അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടുന്നു. അവൻ, ആ വ്യക്തി ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. 2025 അങ്ങനെയുള്ളവർ അവൻ ചെയ്യുന്നതൊക്കെയും
പ്രോസ്പർ ആകും. Amen. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. Hallelujah. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തന്നെ കിളിർത്തു വന്നതല്ല, നിങ്ങളെ ഈ ആറ്റരികത്ത് നട്ടിരിക്കുകയാണ്. ഈ ജീവജല നദിയുടെ ഈ ഉറവയാകുന്ന ക്രിസ്തുവിനോട് അവൻ ചേർത്ത് നിങ്ങളെ വെച്ചിരിക്കുകയാണ്. കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവായ ക്രിസ്തുവിനോട് കൂടെ അവൻ ചേർത്തൊട്ടിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഫലം കായ്ക്കുവാൻ, ഇല വാടാതിരിക്കുവാൻ. ഈ 2025 നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ മുഖം വാടാതെ, നിങ്ങളുടെ ഹൃദയം തളരാതെ, എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനും വിജയിച്ച് നിങ്ങളുടെ ലൈഫ് പ്രോസ്പർ ആകുവാനും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാകുവാനും യേശുവിൻ നാമത്തിൽ ഇടയായി തീരും. അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും അവിടെയും റൂട്ടഡ് ആണ്. ജോസഫിനെ കുറിച്ച്, പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ച്, തന്റെ പിതാവായ യാക്കോബ് മക്കളെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ജോസഫിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രവചനമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 49 അധ്യായം 22 വാക്യമാണത്. ഈ വർഷം ആ വചനവും നിങ്ങൾ സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറയണം. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. നിങ്ങൾക്ക് ആ വാഗ്ദത്തം നിങ്ങൾക്കും സ്വീകരിക്കാം. ആ യോസഫ് എന്നുള്ളിടത്ത് നിങ്ങളുടെ പേര് വെച്ച് നിങ്ങൾക്കത് സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ അങ്ങനെ പ്രഖ്യാപിക്കാം. ഹല്ലേലൂയ. കാരണം നമ്മളെ ദൈവം വിളിച്ചത് ഫലമുള്ളവരാകുവാനാണ്. യോസഫ് ഫലപ്രദമായ വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്റെ മേൽ പടരുന്നു. എത്രയോ മതിലുകൾ ആത്മതലങ്ങളിൽ ജോസഫിനെതിരെ അസൂയാലുക്കൾ, ശത്രുക്കൾ കെട്ടി. സഹോദരങ്ങൾ പൊട്ടക്കിണർ കുഴിച്ചിട്ട് അതിനകത്ത് കൊണ്ട് അവനെ ഇട്ടില്ലേ? പൊട്ടക്കിണറ്റിലേക്ക് ജോസഫിനെ വലിച്ചെറിഞ്ഞില്ലേ? പിറ്റേ ദിവസം അവിടുന്ന് പൊക്കിയെടുത്ത് വിവസ്ത്രനായി മിശ്രൈമ്യ അടിമച്ചന്തയിൽ വിറ്റ് അവനെ മിശ്രൈമ്യ അടിമയാക്കി മാറ്റിയില്ലേ? അവിടെയും ജോസഫിന്റെ മേലുള്ള ദൈവത്തിന്റെ ഗ്രേറ്റ് ഗ്രേസ് ആൻഡ് ഫേവർ ജോസഫിനെ വീണ്ടും അപ്ലിഫ്റ്റ് ചെയ്തു. എന്നാൽ പൊത്തീഫറിന്റെ ഭാര്യ പറഞ്ഞ ആരോപണങ്ങളുടെ കള്ളക്കഥകളുടെ നടുവിൽ അന്നത്തെ കാരാഗൃഹത്തിൽ ജോസഫിനെ അവർ അടച്ചില്ലേ? അവിടെയും ജോസഫ് കാരാഗൃഹ പ്രമാണിയായില്ലേ? ജോസഫിന്റെ മുമ്പിൽ മനുഷ്യൻ കെട്ടിയ സകല മതിലുകളുടെ മുകളിലൂടെയും ജോസഫ് പടർന്നു. പൈശാചിക ലോകം അവന്റെ മുമ്പിൽ കെട്ടിയ എല്ലാ ഫെൻസുകളെയും ബൗണ്ടറികളെയും അതിജീവിച്ച് അവൻ വളർന്നു. ഇത് ആ മനുഷ്യന്റെ കഴിവല്ല. എനിക്കത് നന്നായിട്ട് മനസ്സിലാകും. ഇത് ആ വ്യക്തിയുടെ ഒരു പ്രത്യേക കഴിവോ ബലവോ അല്ല. ഒറ്റ റീസണേ അതിനുള്ളൂ. അവന്റെ കൊമ്പുകൾ മതിലിന്റെ മേളിൽ പടരാൻ, അവൻ ഫലപ്രദമായ വൃക്ഷമാകാൻ നീരുറവിനരികിലാണ് ആ വൃക്ഷം നിന്നത്. ഏതാണ് നീരുറവ്? നീരുറവ് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് നീരുറവാണ്. യേശു ക്രിസ്തു ഒരിക്കലും വറ്റാത്ത നീരുറവയാണ്. ദൈവവചനം നീരുറവയാണ്. ദൈവവചനമാകുന്ന ക്രിസ്തു യേശുവാകുന്ന പരിശുദ്ധാത്മാവാകുന്ന ഈ നീരുറവയോട് ചേർന്ന് നിന്നാൽ, അതിന് നിങ്ങൾ പ്രാധാന്യത കൊടുത്താൽ, അതിനകത്ത് നിങ്ങൾ വേരിറക്കിയാൽ, നിശ്ചയമായിട്ടും നിങ്ങൾ സകല ഫെൻസുകളുടെ മുകളിലൂടെയും ഈ പുതിയ വർഷത്തിൽ പടരുന്ന ഒരു വൃക്ഷമായി മാറും. യേശുവിൻ നാമത്തിൽ ഈ തിരുവെഴുത്തിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. 23 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, എയ്യാവുന്നവനല്ല എയ്തു, അവനോട് പൊരുതി. പക്ഷെ 24, 25 വാക്യങ്ങളിൽ പറയുന്നു, അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ മതിലിന്റെ മുകളിലൂടെ പടർന്നതിന്റെ കാരണം അവൻ നീരുറവിനരികെ ദൈവത്താൽ നടപ്പെട്ട, വേരിറക്കിയ, വിശുദ്ധിയിൽ വേരിറക്കിയ, വിശ്വസ്തതയിൽ വേരിറക്കിയ, ദൈവത്തിന്റെ സ്നേഹത്തിൽ വേരിറക്കിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അതുകൊണ്ട് ഒരു ഫെൻസുകൾക്കും
ഒരു മതിൽക്കെട്ടുകൾക്കും ഒരു ശക്തികൾക്കും അവന് പരിമിതികൾ കൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ അതിന്റെ എല്ലാം മുകളിലൂടെ പടരുവാനിടയായി. Psalm 1 verse 2 to 3, we read like this: a person's delight is in the law of the Lord, and in his law he meditates day and night. He shall be like a tree planted, rooted by the river of water, that brings forth its fruit in its season, whose leaf also shall not wither, and whatever he does shall prosper. Tonight, as the man of God delivers this message, he is giving us an appeal to take a decision to read the word of God at least one time this year. Take a decision to read the word of God. You might not have read the Bible from cover to cover. The Lord is giving you this appeal. Read the word of God, underline things, write down the verses, write down the things which the Lord is giving you as a message, and be fully drenched and saturated in the word of God. The results will be amazing. I mean, tonight the Lord is telling you, in 2025, if you are rooted in the word of God, if you are rooted in Christ, whatever you do is going to prosper. Prosperity is coming your way if you are rooted in Christ. Your leaves will not wither. That's the next promise. That means your face will be radiant always. Your shame will vanish. You will prosper. The best example is Joseph. Genesis 49 verse 22 says, Joseph is a fruitful bough, fruitful by the streams of waters. His branches run over the wall. And we find that Joseph was surrounded by many walls right from the younger age of his life. In the pit, he was surrounded by the wall. In the slave market, he was surrounded by the wall. In Potiphar's house, walls were erected. In the prison, big walls were erected against his vision, against his dreams. And we find that Joseph leapt over the wall. Joseph leaped over the wall. How was this possible? It was not possible through the personal charisma or the skills or the personal abilities. The only one reason, the secret behind Joseph being able to leap over the wall, the reason is he was rooted by the streams of the water. And the streams of water symbolizes Jesus Christ, Holy Spirit, and the Word of God. And tonight the Lord is appealing to you. If you are rooted in the Word of God, in the Holy Spirit, in the Word of God, the Lord says you will rise above every wall. The dark forces of the world is erecting against you, and the Lord is telling you will leap over the wall in 2025. ഈ ദൈവത്തിന്റെ വലിയ കൃപ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സത്യമാണ്. ശരിക്കും ഇത് ഒരു പ്രസംഗ വിഷയം പോലുമല്ല. ഇന്ന് രാത്രി ന്യൂ ഇയർ സർവീസിൽ ഞങ്ങൾ ഈ ഭാഗത്തെ, ദൈവം തന്ന ഈ വചനഭാഗത്തെ, ദൈവിക ആലോചനയെ ഒരു സന്ദേശമാക്കി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുമ്പോൾ, അല്ലെങ്കിൽ ഇതിനകത്ത് മറഞ്ഞിരിക്കുന്നതായ ആത്മീക സത്യങ്ങളെ എങ്ങനെ ആ കൃപയിൽ ജീവിക്കാം, എങ്ങനെ ആ കൃപയിൽ വർദ്ധിച്ചു വരാം, എങ്ങനെ അത് സ്വായത്തമാക്കാം, ഇതൊക്കെ പ്രസംഗിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ എനിക്കൊരു കാര്യം അറിയാം. ദൈവത്തിൻ്റെ ആ വലിയ കൃപ എന്ന് പറയുന്നത് ഒരു പ്രസംഗ വിഷയമല്ല, ഒരു മനുഷ്യായുസ്സിൽ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, അനുഭവിക്കുന്ന ഒരു സത്യമാണ്. ആ വലിയ കൃപ ഈ വർഷത്തിൽ നിങ്ങൾ അനുഭവിക്കുവാൻ, നിങ്ങളുടെ കുടുംബം അനുഭവിക്കുവാൻ, നിങ്ങളുടെ തലമുറ അനുഭവിക്കുവാൻ, ആ വലിയ കൃപ നിങ്ങളുടെ ദൈവസഭ എൽ ഷദായ് മിനിസ്ട്രിയിലെ കുടുംബങ്ങൾ, എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർ, വിശ്വസിക്കുന്നവർ അനുഭവിക്കുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇത് ദൈവത്തിന്റെ അനുകൂലതയാണ്. ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രസാദമാണ്. അർഹതയില്ലാത്തടുത്ത് എന്നെ അർഹനാക്കിയ കൃപ, യോഗ്യതകളില്ലാത്തടുത്ത് എനിക്ക് യോഗ്യത നൽകിയ കൃപ, എൻ്റെ ആ യോഗ്യതകളെ മാനിച്ച കൃപ. ഇത് ഒരു ഒന്ന് രണ്ട് സംഭവ ചരിത്രത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ ന്യൂ ഇയർ സർവീസിൽ നിങ്ങളെ ഈ തിരുവെഴുത്തിലൂടെ നയിക്കുമ്പോൾ നിശ്ചയമായിട്ടും ആ സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ ചില പ്രൊഫറ്റിക് ഡിക്ലറേഷനുകൾ നിങ്ങളുടെ മേളിൽ പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യുവാനിടയാകും.
എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ 2-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യങ്ങളിൽ വരുമ്പോൾ, എന്നാൽ മൊർദെഖായി തനിക്ക് മകളായി എടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അബിഹേലിന്റെ മകളായ എസ്തേറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിന്റെ ഷണ്ഡനും അന്തപുരപാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. വാസ്തവമായും ഈ സഹോദരി എസ്തേറിന്റെ മുകളിൽ ദൈവത്തിന്റെ ഒരു ഫേവർ, ദൈവത്തിന്റെ ഒരു ഗ്രേസ് വെളിപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അഹശ്വേരോശ് രാജാവിന്റെ ഭരണകാലത്ത് യായീരിന്റെ മകൻ മൊർദെഖായി എന്ന പേരുള്ള ഒരു യഹൂദൻ തന്റെ ചിറ്റപ്പന്റെ മകളായ എസ്തേർ എന്ന യുവതിയെ എടുത്തു വളർത്തിയതാണ്. എസ്തേറിന് അപ്പനോ അമ്മയോ ജീവിച്ചിരിപ്പില്ലായിരുന്നു, അവർ മരണപ്പെട്ടിരുന്നു. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 5, 6, 7 വാക്യങ്ങളിൽ നമുക്ക് അത് കാണാൻ കഴിയുന്നുണ്ട്. അവൾ അപ്പന്റെയും അമ്മയുടെയും സാന്നിധ്യത്തിലല്ലാതെ, പരിപാലനത്തിലല്ലാതെ, ആ സ്നേഹം അനുഭവിക്കാതെ അവൾ വളർത്തപ്പെട്ടവൾ ആയിരുന്നെങ്കിലും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരനാഥ പെൺകുട്ടി ആയിരുന്നെങ്കിലും, ദൈവത്തിന്റെ ഗ്രേസ്, ആ ഗ്രേറ്റ് ഗ്രേസ്, ആ ഗ്രേറ്റ് ഫേവർ ആ മകളുടെ മേളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, രാജസന്നിധിയിൽ എസ്തേർ നിൽക്കുമ്പോൾ രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു, സകല കന്യകമാരിലും അധികം കൃപയും ഭക്ഷവും അവളോട് തോന്നി. ആ കൃപ എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നിടത്ത് എല്ലാ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലും ഗ്രേസ് ആൻഡ് ഫേവർ എന്ന പദമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപ, ആ ഫേവർ അവളിൽ വെളിപ്പെട്ട ഒറ്റ കാരണം കൊണ്ട്, അടുത്ത ആ ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്, അവളോട് കൃപ തോന്നിയിട്ട് രാജാവ് കിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. നിങ്ങൾ ഈ സംഭവത്തെ ഒരു മിനിറ്റ് കൊണ്ടൊന്ന് ചിന്തിക്കുക. അപ്പനില്ലാത്ത അമ്മയില്ലാത്ത മൊർദെഖായി എന്ന് പറയുന്ന ഒരു യഹൂദ മനുഷ്യൻ എടുത്തു വളർത്തിയ ഈ അനാഥ പെൺകുട്ടി, ആരോരുമില്ലാതെ പരിമിതികളാൽ പരിലാളനകൾ ലഭിക്കാതെ വളർത്തപ്പെട്ട ഈ മകൾ, ഒറ്റപ്പെട്ട ഈ മകൾ, ഒറ്റ ദിവസം അഹശ്വേരോശ് രാജാവിന് ആ മകളെ ഒന്ന് കാണണമെന്ന് തോന്നി. രാജസന്നിധിയിൽ അവൾ വന്ന് നിൽക്കുകയാണ്. അവൾ വന്ന് നിൽക്കുമ്പോഴും അവൾ ഒരു സാധാരണ അനാഥ പെൺകുട്ടി തന്നെയാണ്. എന്നാൽ അവിടെ എഴുതിയിട്ടുണ്ട്, രാജാവിന്, അധികാരിക്ക് അവളോട് കൃപ തോന്നി. ഞാൻ പറയുന്നു, ഇത് രാജാവിന് അവളോട് തോന്നിയ കൃപയല്ല, ഇത് ദൈവത്തിന്റെ കൃപയാണ്. ഇത് ആ ദൈവികമായ കൃപ, ഗ്രേറ്റ് ഗ്രേസ്, ആ ഗ്രേറ്റ് ഫേവർ ആ മകളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. വേദപുസ്തകം പറയുന്നു, ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ പൊസിഷൻ ചേഞ്ച് ആകുകയാണ്, അവളുടെ അവസ്ഥകൾ മാറുകയാണ്, ഡ്രസ് കോഡ് മാറുകയാണ്, അവളുടെ ശിരസിന്റെ മുകളിൽ അധികാരത്തിന്റെ കിരീടം വരികയാണ്, രാജ്ഞിയുടെ ചെങ്കോൽ അവളുടെ കരത്തിൽ വരികയാണ്. ആ രാജ്യത്തിന്റെ പ്രഥമ വനിതയായി ഒറ്റ നിമിഷം കൊണ്ട് അവൾ സ്ഥാനാരോഹണം ചെയ്യുകയാണ്. ഒന്ന് ഓർത്തു നോക്കുക, ഒരു രാജ്ഞി എന്ന് പറയുമ്പോൾ അവിടെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഉണ്ടെങ്കിലും ആ രാജ്യത്തിലെ രാജ്ഞിയാണ് നമ്പർ 1, പ്രഥമ വനിത. ദൈവത്തിന്റെ കൃപ ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഫേവർ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, ആ ഒറ്റ ഫേവർ, ആ കൃപ, ആ ഗ്രേറ്റ് ഗ്രേസ് അവന്റെ സിറ്റുവേഷൻസിനെ ചേഞ്ച് ചെയ്യും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ 2025 എന്ന ഈ വർഷത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിന്റെ കൃപ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ വ്യത്യാസങ്ങളെ കൊണ്ടുവരും. വിശ്വസിക്കുന്ന നിങ്ങളിൽ, പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ, എൽ ഷദായ് മിനിസ്ട്രിയുടെ കുടുംബങ്ങളിൽ, ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്ന, ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രിയപ്പെട്ടവരിൽ ഈ വലിയ കൃപ അവസ്ഥകൾക്ക് വ്യത്യാസം കൊണ്ടുവരും. വേദപുസ്തകം പറയുന്നു, അധികാരികളിൽ നിന്ന്
അവൾക്ക് അനുകൂലതയുണ്ടായി. Amen. ഹല്ലേലൂയ. Hallelujah. അവളുടെ അനുഭവങ്ങൾ മാറുന്നു, സ്ഥലം മാറുന്നു, അവളുടെ ലൈഫിൽ കംപ്ലീറ്റും തിരിയുകയാണ്. Amen. കംപ്ലീറ്റും തിരിയുകയാണ്. എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ 5-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള ഭാഗങ്ങൾ നോക്കുമ്പോൾ എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവൻ അവളോട് കൃപ തോന്നി. തന്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന് നേരെ നീട്ടി. എസ്തേർ അടുത്ത് ചെന്ന് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു. 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, രാജാവ് അവളോട്, എസ്തേർ രാജ്ഞിയെ, എന്തു വേണം? What do you want? നിനക്കെന്താണ് വേണ്ടത്? എന്താകുന്നു നിന്റെ അപേക്ഷ? രാജ്യത്തിന്റെ പകുതിയോളമായാലും നിനക്ക് തരാം. Amen. അപ്പനില്ലാത്ത, അമ്മയില്ലാത്ത, ആരോരും ഇല്ലാത്ത, ആരും സഹായിക്കാനില്ലാത്ത, ഒറ്റപ്പെട്ട, ജീവിതം തകർന്ന എനിക്ക് മാത്രം എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ചോദിച്ച ആ കൊച്ചു മകളുടെ ജീവിതത്തിൽ, ആ സഹോദരിയുടെ ജീവിതത്തിൽ അവളെ റെക്കമെൻഡ് ചെയ്യാൻ കുടുംബക്കാരോ കൂട്ടുകാരോ വീട്ടുകാരോ നാട്ടുകാരോ മതക്കാരോ സമുദായക്കാരോ വിശ്വാസികളോ ആരില്ലായിരുന്നു. പക്ഷെ അവളുടെ മേളിൽ തമ്പുരാന്റെ കൃപ കിടപ്പുണ്ടായിരുന്നു. അവൾ പോലും അറിയാതെ ഗ്രേറ്റ് ഗ്രേസ്, ആ ഗ്രേറ്റ് ഫേവർ ദൈവം അവളുടെ മേൽ ഇട്ടിരുന്നു. ആ ഒറ്റ റീസൺ കൊണ്ട് രാജാവ് ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടേ? ഇവിടെ ഞാനൊരു മനുഷ്യനെ കാണുമ്പോൾ രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനുമായവൻ, ആ ദൈവ കൃപയിൽ നിൽക്കുന്ന, അവന്റെ കൃപയിൽ ജീവിക്കുന്ന ഈ പുതിയ വർഷത്തിൽ താഴ്മയോട് അവന്റെ സന്നിധിയിൽ നിൽക്കുവാൻ സമർപ്പിക്കുന്ന, ക്രിസ്തുവിൽ വേരിറക്കിക്കൊണ്ട് ആ കൃപയുടെ ഉറവിടമാകുന്ന ക്രിസ്തുവിൽ നിലകൊള്ളുവാൻ ആഗ്രഹിക്കുന്ന പ്രിയ ദൈവ പൈതലെ, നിന്നോട് ചോദിക്കുന്നു, എന്താണ് നിന്റെ അപേക്ഷ? നിന്റെ റിക്വസ്റ്റ് എന്താണ്? നിന്റെ എല്ലാ അപേക്ഷകൾക്കും, നിന്റെ എല്ലാ പ്രാർത്ഥനകൾക്കും, നിന്റെ എല്ലാ യാചനകൾക്കും ഞാൻ നിനക്ക് മറുപടി നൽകാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ചിലരിൽ അവൻ പരിശുദ്ധാത്മാവ് അവരോട് ഇങ്ങനെയാ പറയുന്നേ, വിശ്വസിക്കുന്നവരോട് കർത്താവ് ഇങ്ങനെയാ പറയുന്നേ, ഈ 2025 നിന്റെ അനവധി പ്രാർത്ഥനയുടെ മറുപടികൾ വ്യക്തിപരമായി വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാൻ പോകുകയാണ്. 4-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതിന് എസ്തേർ രാജാവിന് തിരുവുള്ളമുണ്ടായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും ഇന്ന് വരേണം എന്ന് അപേക്ഷിച്ചു. ഒരു രാജ്യത്തിന്റെ ശബ്ദമായി ഭരണകൂടങ്ങൾ എടുത്ത തീരുമാനങ്ങളെ ഹാമാന്റെ കഴുകുമരത്തെ വരെ മാറ്റിമറിക്കുന്ന ഒരു വ്യക്തിത്വമായി ഈ സഹോദരി മാറുകയാണ്. എന്താണ് അതിന്റെ റീസൺ? ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒറ്റ റീസണേ ഞാൻ കാണുന്നുള്ളൂ. അവളെ കാണുന്നവർക്കെല്ലാം അവളോട് കൃപ തോന്നും. അവളോട് കൃപ തോന്നും. അത് മനുഷ്യന്റെ സംവിധാനത്തിൽ നിന്ന് വരുന്നതല്ല. ഒരിക്കൽ ദാവീദിന്റെ ഹൃദയത്തിനകത്ത് ശൗലിന്റെ കുടുംബത്തോട് ദയ തോന്നണം എന്ന് ഒരു തോന്നലുണ്ടായി. ദാവീദ് അന്ന് ചോദിക്കുകയാണ്, ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഇനി അവശേഷിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പറയുന്നത് ഇങ്ങനെയാണ്, ഒരുത്തൻ അവശേഷിക്കുന്നുണ്ട്, മെഹിബോശത്ത് എന്ന അവന്റെ പേര്. നിങ്ങൾക്കറിയാം ആ ചരിത്രം. ഒറ്റ നിമിഷം കൊണ്ട് രാജസന്നിധിയിൽ വന്ന മെഹിബോശത്ത് രാജകുമാരന്മാരിൽ ഒരുത്തനെ പോലെയായി. ചത്ത നായുടെ വില പോലും ഇല്ലാത്തവൻ, 2 കാലും മുടന്തുള്ളവൻ. ഒറ്റ നിമിഷം കൊണ്ട് അവന്റെ ലൈഫ് മുഴുവൻ തിരിഞ്ഞത് രാജാവിന് അവനോട് തോന്നിയ ദയയാണ്, കൃപയാണ്. ഈ 2025 ദൈവത്തിന്റെ കൃപ ധാരാളമായി എന്നെ കാണുന്ന കേൾക്കുന്ന നിങ്ങളിൽ വെളിപ്പെടുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളുടെ സാഹചര്യങ്ങൾക്കകത്ത് ഒരു വലിയ വ്യത്യാസത്തെ വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുവാൻ പോവുകയാണ്.
Grace is the divine favor which the Lord imparts on people who are humble, who are nobody. It is the divine favor which makes perfect in the weakness. It is the divine favor which enables a person to become somebody in the life. Esther 2:15 to 17, we read that Esther obtained favor in the sight of all. She was an orphan. If you check into the background of this lady, she was an orphan. She had nobody. She was fostered by Mordecai, her uncle. In 2:17, what we find is the king loved Esther more than all the other women, and she obtained grace and favor in his sight more than all the virgins. So he set the royal crown upon her head and made her queen instead of Vashti. Divine favor worked through the king's heart, and what we find is, in a moment, the whole life of this person who was nobody, who was an orphan, all of a sudden her life is changing. She had nobody to recommend. She had no person to push her forward. She had nobody to count on. Now this person's life is totally changed because the Lord was working through the king's heart, because he saw that she was a broken person, totally isolated and rejected by everybody. All of a sudden, her dress code is changing, her position is changing, her power and authority is changing, and within no time, she becomes the first woman of the whole empire. And tonight, the Lord is telling this: the great grace is going to shift the situation of your life. The great grace is going to transition the circumstances in your life, in your ministry, in your church, in the El Shaddai church, in the minister's life, in the believer's life. If you believe today, the Lord is going to do that. Esther 5:2 says that she obtained favor, and the king is asking, what do you want, Esther? Even if it is half of the kingdom, I will give you. And what the man of God says is that in 2025, you have so many prayer requests so far. What will happen in 2025 is the Lord is going to answer your prayers. Each and every prayer request which you have submitted before the Lord is going to answer that, and you will find many answers and results for your prayers. Esther 5:4 says this: she is inviting the king for a big banquet which she has prepared. And you know the context. Through that thing which she is doing, she is able to politically change the situation which was working against God's people. Who was she? She was nobody. Within no time, because of favor, that person's life is shifted into a different dimension, into a different realm. The same we find with David, a nobody, an underdog called Mephibosheth. He was completely lame, and within a second, David is trying to shift that person's life through the divine favor, and we find that Mephibosheth within no time becomes the prince in the palace of David. വിശുദ്ധ തിരുവെഴുത്തുകൾക്കകത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും രക്ഷയുൾപ്പെടെ ദൈവത്തിന്റെ കൃപയാലാണ്. വേദപുസ്തകം പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ പ്രവൃത്തികളൊന്നും അതിന് കാരണമാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇത് വർണ്ണിക്കുന്നതിനും ചിന്തിക്കുന്നതിനുമൊക്കെ അപ്പുറമാണ്. അതുകൊണ്ട് ഏത് സമയത്തും കൃപ ലഭിക്കേണ്ടതിന് കൃപാസനത്തിനരികിലേക്ക് കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുന്ന ആ കസേരയ്ക്ക് തന്നെ, ആ ചെയറിന് തന്നെ പറയുന്ന പേര് ദ ത്രോൺ ഓഫ് ഗ്രേസ് എന്നാണ്. ഹല്ലേലൂയ. ആ കൃപാസനത്തിന്റെ അരികിലേക്ക് ഏതു സമയവും നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങളുടെ മഹാപുരോഹിതൻ നിങ്ങളുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. ഈ പുതിയ വർഷത്തിൽ നിങ്ങൾ തീരുമാനിക്കണം, കർത്താവേ, അങ്ങയുടെ കൃപ അധികമായി എനിക്ക് ലഭിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ കടന്നു വരുന്നു, എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു, അങ്ങിൽ വേരൂന്നി നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ കൃപ എൻ്റെ മേൽ വെളിപ്പെടുമ്പോൾ എസ്തേറിനെ പോലെ ആദിമസഭയിലും
ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ അത് എടുത്തു പറഞ്ഞു. നമ്മൾ വായിച്ച കുറിവാക്യത്തിനകത്ത് ആ വലിയ പീഡനങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും പ്രതിസന്ധികൾക്കും നിന്ദകൾക്കും കഷ്ടതകൾക്കും ശേഷം അവരുടെ മേളിൽ ധാരാളമായി ദൈവത്തിന്റെ കൃപ പരിശുദ്ധാത്മാവ് തുറന്ന് റിലീസ് ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ സമൃദ്ധി ഉണ്ടായി, അവരിൽ ഐക്യതയുണ്ടായി. അവർ സാധാരണ നിലയിലല്ല പിന്നെ പ്രയോജനപ്പെട്ടത്, മഹാശക്തിയോടെ അവർ പ്രയോജനപ്പെടുവാനിടയായി. ഒന്നുകൂടെ ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച കർത്താവേ, ഐ നീഡ് യുവർ ഗ്രേസ്. I want that great grace. Lift up your hands.